ഹലോ എവരിവൺ, വെൽക്കം ടു AZB അക്കാഡമി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം അല്ലേ. അപ്പോൾ ഫൈനലി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സാം ഡേറ്റും ഡിക്ലെയർ ആയിട്ടുണ്ട് അല്ലേ. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഒക്ടോബറിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം, അതേപോലെ തന്നെ SPCD ആ എക്സാമുകളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് നോക്കാനുള്ളത് അല്ലേ. അപ്പം കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വർഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നടന്ന അല്ലെങ്കിൽ മെയിൻസ് എക്സാം നടന്ന സെയിം സിലബസ് തന്നെയാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് ഇവിടെ ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അതായത് ജനറൽ നോളജിൽ ഹിസ്റ്ററി എന്നൊരു 5 മാർക്സ്, അതായത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതിൽ നിന്ന് മൊത്തത്തിൽ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച പോലെ തന്നെ 5 മാർക്കിന് ചോദ്യമുണ്ട്. ജോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും കേരള ജോഗ്രഫിയിൽ നിന്നും 5 മാർക്കിനുണ്ട്. അതേപോലെ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണ്. അതായത് അതിൽ നിന്ന് തന്നെ 5 മാർക്ക്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം SCRT ബേസ്ഡും NCERT ബേസും ഒരുപാട് ചോദ്യങ്ങൾ എക്കണോമിക്സും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കണം. 5 മാർക്ക് വരുന്നുണ്ട് മെയിൻസിന്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. കാര്യം എല്ലാ എക്സാമിനും കോൺസ്റ്റിറ്റ്യൂഷന് ചോദ്യമില്ല, ചോദ്യപേപ്പർ കടന്നു പോകത്തില്ല അല്ലേ. അപ്പോൾ 5 മാർക്കിനുണ്ട്. പിന്നെ കേരള ഗവർണൻസും സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനും അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഒരു 5 മാർക്കിന് എന്ത് വരുന്നുണ്ട്, ചോദ്യം വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ലൈഫ് സയൻസിൽ നിന്ന് ഒരു 3 മാർക്ക് വരുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി ഇതിന് രണ്ടിനും കൂടെ 3 മാർക്ക് വെച്ചിട്ട് 6 മാർക്ക് വരുന്നുണ്ട്. ഇനി ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ 3 കാറ്റഗറി അല്ലെങ്കിൽ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അല്ലെ 4 കാറ്റഗറി അല്ലേ. 4 കാറ്റഗറിയിൽ നിന്നും കൂടി എത്ര മാർക്ക് വരുന്നുള്ളൂ, 5 മാർക്ക് വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ അല്ലേ, നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരുവിധം അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 3-2 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അല്ലേ. അപ്പോൾ 3 മാർക്ക് അവിടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ കൂട്ടത്തിലെ വില്ലൻ അല്ലെങ്കിൽ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് അല്ലേ. കഴിഞ്ഞ വർഷവും സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് ഉണ്ടായിരുന്നു. ഈ വട്ടം ഉണ്ടായിരുന്നു. എത്ര ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട് ആൻഡ് കമ്മീഷൻസ് എല്ലാം കൂടി 13 മാർക്ക് വരുന്നുണ്ട്. പിന്നെ 15 മാർക്ക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് 15 മാർക്കുണ്ട്, അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. പിന്നീട് 10 വെച്ച്, അതായത് 10 മാർക്കിന് ജനറൽ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് എല്ലാം കൂടെ 10 മാർക്കേ ഉള്ളൂ. നമ്മൾ പ്രിലിംസ് ആണെങ്കിൽ 20 മാർക്കായിരുന്നു. ഇവിടെ ആകുമ്പോഴത്തേക്ക് 10 മാർക്ക് പറഞ്ഞിട്ട് 10 മാർക്ക് മാത്രമേ ഈ പറയുന്ന ഒരു മാത്സ് കാറ്റഗറിയിൽ നിന്ന് വരുന്നുള്ളൂ. പിന്നീട് ജനറൽ ഇംഗ്ലീഷ് അത് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതും 10 മാർക്ക് വരുന്നുണ്ട്. ഇതാണ് ഒരു സിലബസിൻ്റെ ഔട്ട്ലൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക് അല്ലേ, ഒന്ന് വേറിട്ട് നിൽക്കുന്ന സാധനം എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് അല്ലേ. അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. അതായത് ഇമ്പോർട്ടൻറ്റ് ആക്ട്സുകൾ. അപ്പോൾ ഈ ഒരു ഹെഡിങ് നിൽക്കണം മനസ്സിലുണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ പോളിസികൾ, ആക്ടുകൾ, കമ്മീഷൻസ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. പിന്നെ അത്യാവശ്യം 13 മാർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു റാങ്ക് മേക്കിംഗ് മാർക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസും ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് 1947 ശേഷമുള്ള പ്രധാനപ്പെട്ട കമ്മീഷൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എന്തൊക്കെയാ, ഒന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, പിന്നെ അതിനുശേഷമുള്ള മേജർ റെക്കമെൻഡേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ, പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം. പിന്നീട് മേജർ റെക്കമെൻഡേഷൻസ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, പിന്നെ UGC ആക്ട് 1956, പിന്നെ അതേപോലെ തന്നെ ഗ്രാൻഡ് ഗിവിംഗ് ഏജൻസി, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഹയർ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട്, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ശേഷമുള്ള ഹയർ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാം. കാര്യം എന്താ, സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഗോത്താരി കമ്മീഷൻ, ഒരു ചോദ്യം ഇവിടുന്ന് ഉറപ്പാണ് കേട്ടോ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഗോത്താരി കമ്മീഷനിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മേജർ റെക്കമെൻഡേഷൻസും റിഫോംസുകളും. പിന്നെ നാഷണൽ നോളജ് കമ്മീഷൻ 2005, 2006, 2009 അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ്, അതായത് നാഷണൽ നോളജ് കമ്മീഷൻ 2005 ഉണ്ട്, 2006 ഉണ്ട്, 2009 ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ അതും എന്തായിട്ട് വരാം, ചോദ്യമായിട്ട് വരാം അല്ലേ. ഇത് ഇത്രയും കൂടി എത്ര മാർക്കാണ്, 6 മാർക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് യൂണിറ്റ് 1. ഈ യൂണിറ്റ് 2ലേക്ക് പോവുകയാണെങ്കിൽ നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ അല്ലേ. നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷനിലാണ് പറയുന്നത്. അതിലെന്തൊക്കെയാണ് പറയുന്നത്, ഒന്ന് എലമെൻ്ററി എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട കാര്യം, നാഷണൽ പോളിസി എഡ്യൂക്കേഷൻ ഓൺ 1968. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന വുമൺ, SC കമ്മ്യൂണിറ്റീസ് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1986 അതിലെ കീ ഹൈലൈറ്റ്സുകൾ എന്തൊക്കെയാണ് അത് നമുക്ക് നോക്കണം. പിന്നെ കോമൺ മിനിമം പ്രോഗ്രാം, നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, പിന്നെ NEP ഇവിടെ കൊടുത്തിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ പോളിസികളുണ്ടല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഇവിടെ എഡ്യൂക്കേഷൻ കമ്മീഷൻസും ആക്ടോ പറയുന്നല്ലേ. അപ്പോൾ ഇങ്ങനെ സിലബസ് നിങ്ങൾ 2 കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം.
ആക്ടുകളും പോളിസീസും ആണ് പഠിക്കാനുള്ളത്. ഒറ്റ വാക്കിൽ ഇങ്ങനെ ആലോചിക്കണം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ആക്ട് ആണെന്നും അതിന് 6 മാർക്ക് ഉണ്ടെന്നും രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയുന്ന പോളിസി ആണെന്നുള്ള കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിന് എത്ര മാർക്കുണ്ട്? ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ 7 മാർക്സ് വരുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ ഈ റിവൈസ്ഡ് പോളിസി ഫോർമുലേഷൻസ്, അതായത് നമുക്ക് നാഷണൽ പോളിസി ഇൻ എഡ്യൂക്കേഷൻ 1992 ഉണ്ട്, അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പറയുന്ന റിവൈസ്ഡ് ആയിട്ടുള്ള പോളിസി ഫോർമുലേഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ ആ വക കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചിരിക്കണം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ കട്ടായിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് വന്നു, പിന്നെ നമ്മുടെ മുമ്പിൽ സിലബസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എക്സാം ഡേറ്റ് വരാത്തതിൻ്റെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഡേറ്റ് ഒക്കെ വന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം, ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു സ്റ്റഡി പ്ലാൻ വേണം അല്ലേ. ക്ലിയർ കട്ടായിട്ട്, അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഇതേ സെയിം സിലബസ് തന്നെയാണ് കഴിഞ്ഞ മെയിൻസിനും ഉണ്ടായിരുന്നത്, യൂണിവേഴ്സിറ്റീസിനും മെയിൻസിനും അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ PYQ ട്രെൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ PYQ ട്രെൻഡ് വെച്ച്, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ സാധിക്കണം. അപ്പോൾ ACB അക്കാഡമിയിൽ യൂണിവേഴ്സിറ്റി മെയിൻസിൻ്റെ കോഴ്സ് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി നമുക്കൊരു എക്സാം, ഒരു ടാർഗറ്റ് ഡേ ഉണ്ട്, D-Day ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഡെയിലി ഒരു ടാർഗറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. സോ എന്ത് ചെയ്യുക, എല്ലാവരും നേരത്തെ പഠിച്ചു തുടങ്ങുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡേറ്റ് വന്നിട്ടുണ്ട്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ സ്റ്റഡി വെൽ. ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്ക് 13 മാർക്ക് ഉണ്ട്. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. ആ രീതിയിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.